അറബി മാന്ത്രികത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നിവിടെ പരാമർശിക്കുന്ന വിഷയം നമുക്കെല്ലാം സുപരിചിതമായ ഒരു വാക്കാണ് വെർച്വൽ അറസ്റ്റ് എന്ന് പറയുന്നതായ ഒരു തട്ടിപ്പ്. ഈ വെർച്വൽ അറസ്റ്റിന് വിധേയരായ ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവരൊക്കെ വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒക്കെ നല്ല നിലകളിലുള്ള ആളുകളാണ്. ഇങ്ങനെയുള്ളവരെ തട്ടിപ്പ് സംഘങ്ങൾ വിദൂരങ്ങളിലിരുന്ന്, ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിൻ്റെ പുറത്ത് തന്നെ ഇരുന്ന് ഇവരെ മനസ്സിലാക്കുകയും ഇവരുടെ സാമ്പത്തിക സ്ഥിതിയും അതുപോലെ തന്നെ ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ, തിരിച്ചറിയ രേഖകൾ ഇതെല്ലാം മനസ്സിലാക്കിയെടുത്തതിന് ശേഷം ഒരു വ്യാജ കഥ മെനഞ്ഞ് ഇവർക്ക് ഫോൺ ചെയ്ത് ഇവരെ ട്രാപ്പിലാക്കി പണം തട്ടുന്ന രീതിയാണ് ഈ വെർച്വൽ അറസ്റ്റ് എന്ന് പറയുന്നത്. ഈ വെർച്വൽ അറസ്റ്റിൽ ഇതിനായിട്ട് ഒരുപാട് ബോധവൽക്കരണ കാര്യങ്ങൾ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ഇപ്പോഴും ഇതൊക്കെ തുടർക്കഥയായിട്ട് വീണ്ടും പല സ്ഥലങ്ങളിലും നടന്നു വരുന്നു. ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഈ വെർച്വൽ അറസ്റ്റിന് പിന്നിൽ ആഭിചാര ക്രിയകളുടെ സാന്നിധ്യമുണ്ടോ എന്ന് നാം പരിശോധിക്കണം. കാരണം അത്തരം ചിന്തകൾ വരാനുണ്ടാകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഒരു വ്യക്തി നമുക്ക് ഒരു സാമ്പത്തിക വിഷയത്തിൽ നമ്മൾ അറസ്റ്റിലാകുന്നു എന്ന് പറഞ്ഞ് ബന്ദിയാക്കാൻ ശ്രമിക്കുമ്പോൾ, ആദ്യം നമ്മളെ വിളിച്ച് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുമ്പോൾ തന്നെ നമുക്കതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുന്നില്ല. അതിന് പകരം അയാൾ പറയുന്ന കാര്യങ്ങൾ ആകാംക്ഷയോടെ കേട്ട് വീണ്ടും വീണ്ടും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിഞ്ഞ് അതിൽ അയാളുടെ ആ വലയിൽ അകപ്പെട്ടു പോകുന്ന രീതിയാണ് കാണുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, നമ്മുടെ മാനസിക ഊർജം നെഗറ്റീവാകുകയും നമ്മളിൽ ഭയം സൃഷ്ടിക്കപ്പെടുകയും നമ്മൾ ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ മാറ്റിവെച്ചിട്ട് അവരുടെ വാക്കുകളിൽ തീർത്തും വിശ്വസിക്കുകയും നമ്മുടെ സാമ്പത്തികം നമുക്കൊരു നാണക്കേടുണ്ടാകുമെന്ന് ഭയന്നിട്ട്, അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടാകുമെന്ന് ഭയന്നിട്ട് നമ്മുടെ സാമ്പത്തികം അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. പ്രത്യേകം ഇതിൽ ഓർക്കേണ്ടതായ കാര്യം, ഇതിനിരയാകുന്ന വ്യക്തി വളരെ നല്ല നിലയിൽ അറിവുള്ള വ്യക്തി ആയിട്ട് പോലും ഇത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇവിടെയാണ് ആഭിചാരക്രിയകളുടെയൊക്കെ പ്രസക്തി വരുന്നത്. ആഭിചാരക്രിയകൾ ലോകം മുഴുവനും ഉള്ളതാണ്. അപ്പം അത് ആ വ്യക്തിയിൽ ചെയ്യിക്കുന്നത് കൊണ്ടാണ് ആ വ്യക്തിയിലുള്ള ബുദ്ധി പ്രവർത്തിക്കാതെ, കാരണം സ്വല്പമെങ്കിലും ബുദ്ധി പ്രവർത്തിച്ചാൽ എല്ലാ നിയമ പരിരക്ഷയും നമുക്കിവിടെ ലഭിക്കാനുണ്ട്. പക്ഷേ അതൊന്നും ചിന്തയിൽ വരില്ല. അതിനു പകരം
എത്രയും പെട്ടെന്ന് നമ്മുടെ കയ്യിലുള്ള പൈസ കൊടുത്തിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന തോന്നലാണ് നമ്മൾ വരുത്തി തീർക്കുന്നത്. യഥാർത്ഥത്തിൽ വെർച്വൽ അറസ്റ്റ് എന്ന് പറയുന്നത് ശുദ്ധമായ തട്ടിപ്പാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാമെങ്കിലും നമ്മളതിൽ അകപ്പെട്ടു പോവുകയാണ്. ഇതിൽ പെടാതിരിക്കാൻ ഏറ്റവും ആദ്യം വേണ്ടത് ജാഗ്രതയാണ്. ഇതിൽ നമ്മൾ മനസ്സിനെ ആകെക്കൂടി സംശയാസ്പദമാക്കുന്ന രീതിയിൽ നമ്മുടെ ആത്മവിശ്വാസത്തെ പൂർണ്ണമായിട്ട് ഇവർ നഷ്ടപ്പെടുത്തും. ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന വ്യക്തി മാനഹാനി ഭയന്ന് അവർക്ക് അടിമപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ആരും ഇതിൻ്റെ വിവരങ്ങൾ മറ്റൊരാളോട് പറയുവാൻ ആഗ്രഹിക്കുകയില്ല. ഇവർ വീണ്ടും വീണ്ടും നമ്മളോട് പണം ആവശ്യപ്പെട്ട് വരുമ്പോഴാണ് ഇത് തട്ടിപ്പാണെന്ന് പലരും മനസ്സിലാക്കി വരുന്നത്. അപ്പോഴേക്കും അവർ കിട്ടിയ പണവുമായിട്ട് കടന്നു കളഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ നഷ്ടപ്പെട്ട പണം പിന്നെ വീണ്ടെടുക്കുക എന്ന് പറയുന്നത് വളരെ വളരെ പ്രയാസകരമായൊരു കാര്യമാണ്. അപ്പം ഇതിൽ ജാഗ്രത എന്ന് പറയുന്നതിന് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കുക. നമുക്ക് ആവശ്യമില്ലാത്ത ഒരു ഫോൺ കോൾ ആണെങ്കിൽ നമ്മളത് അറ്റൻഡ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ നമ്മളത് എടുത്താൽ തന്നെ ദീർഘിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ബുദ്ധി. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മളതിൽ മറ്റുള്ളവരുമായിട്ട് കാര്യങ്ങൾ എത്രയും വേഗം ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മളിൽ എല്ലാ വ്യക്തികളെയും ഇവർ ടാർഗറ്റ് ചെയ്യുന്നില്ല. ഇത് ചെയ്യുന്ന വ്യക്തികളെ പ്രത്യേകമായിട്ട് അവർ നിരീക്ഷിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കീഴ്പ്പെടുത്തിയാണ് നമ്മളെ പണം തട്ടാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ബാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം സാധാരണ നിലയിൽ ഒരു വ്യക്തിക്ക് വെറുതെ ഒരു ഫോൺ കോൾ ചെയ്തിട്ട് നിങ്ങൾ അറസ്റ്റിലാകാൻ പോകാമെന്നൊന്നും പറഞ്ഞാൽ നമ്മൾ ആരും തന്നെ വിശ്വസിക്കില്ല. മാത്രമല്ല നമ്മൾ ആ നമ്പർ നോട്ട് ചെയ്തിട്ട് അടുത്ത നടപടികൾക്കും മറ്റുള്ളവരുമായിട്ട് അത് പങ്കുവെക്കാനും അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാനും നിയമ നടപടികൾക്ക് പോകാനും ഒക്കെ നമ്മൾ ഇറങ്ങിത്തിരിക്കും. പക്ഷേ ഈ തട്ടിപ്പ് സംഘങ്ങളുടെ പുറകിൽ നമ്മൾ നഷ്ടങ്ങൾ സംഭവിച്ചതിന് ശേഷമാണ് ആളുകൾ ഇറങ്ങുന്നതായിട്ട് കാണുന്നത്. ഈ വീഡിയോയിലൂടെ എല്ലാവർക്കും നൽകുന്ന പ്രധാന സന്ദേശം എന്ന് പറഞ്ഞാൽ, നമ്മൾ അധ്വാനിച്ച് നേടിയെടുത്ത കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മളെ അടിമപ്പെടുത്തി നമ്മുടെ ബുദ്ധിയും ബോധവും ചിന്താശേഷിയും നശിപ്പിച്ച് അത് തട്ടിയെടുക്കുന്ന തട്ടിപ്പ് സംഘങ്ങളിൽ നിന്ന് ജാഗ്രതയോടെ ഇരിക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനം. പണം നഷ്ടപ്പെട്ട ഒരു വ്യക്തി ഒരിക്കൽ വിളിക്കാനിട വന്നു. അതാണ് ഈ വീഡിയോ ചെയ്യാനുണ്ടായ ആധാരം. ആ പണം എങ്ങനെങ്കിലും തിരിച്ചു കിട്ടാൻ വല്ല വഴിയുണ്ടോ എന്നറിയാനാണ് അവരെന്നെ വിളിച്ചത്. ഇവിടെയെന്ന് വെച്ചാൽ കള്ളൻ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് തിരിച്ചു കൊടുക്കാനല്ല, കള്ളന് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ട കാര്യം, നഷ്ടപ്പെട്ടതിന് ശേഷം തിരിച്ചു പിടിക്കാനായിട്ട് നിയമപരമോ അല്ലാതെയുള്ള മാർഗങ്ങളിൽ ഇറങ്ങുന്നതുകൊണ്ട് അത് പൂർണ്ണമായും ഫലം കാണണമെന്നില്ല. അതിനേക്കാൾ ഏറ്റവും നല്ലത് നഷ്ടപ്പെടാതിരിക്കാനുള്ള ജാഗ്രതയാണ് ഗുണം ചെയ്യുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇരുന്നിട്ട് ആഭിചാര കർമ്മങ്ങളും ആളുകൾ ചെയ്യുന്നുണ്ടാകും എന്ന് തന്നെ നമ്മൾ കരുതുക. അല്ലാതെ ഒരു വ്യക്തി ഇത്രയും പെട്ടെന്ന്, വളരെ പെട്ടെന്ന്, കേവലം മിനിറ്റുകൾ കൊണ്ട് അടിമപ്പെട്ടു പോകാൻ മറ്റു വഴികളൊന്നുമില്ല. ഇതിലെല്ലാം ഇത്തരം ദുഷ്കർമ്മങ്ങളുടെ സാന്നിധ്യം
ഉണ്ടാകാൻ വളരെയേറെ സാധ്യതയുണ്ട്. അതിൽ ജാഗ്രതയാണ് മുഖ്യമെന്നുള്ളത്. ഇത്തരത്തിലുള്ള എന്ത് കാര്യങ്ങൾ വന്നാലും അടുത്ത നിമിഷം മറ്റുള്ളവരുമായിട്ട് അത് ഷെയർ ചെയ്യാനുള്ള ഒരു പോസിറ്റീവ് ഊർജ്ജം നമ്മൾ ആർജിച്ചെടുക്കണം. കാരണം നമ്മൾ ഊർജ്ജം നല്ല നെഗറ്റീവാക്കി മാറ്റുന്നത് കൊണ്ട് പലപ്പോഴും നമുക്കതിന് പ്രയാസകരമാണ്. ഇത്തരം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു കൺഫ്യൂഷനിലേക്കാകുകയല്ല വേണ്ടത്. അടുത്ത നിമിഷം ആ ഫോൺ കോൾ കട്ട് ചെയ്യുകയോ അത് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. വരുന്നത് എന്താണെന്ന് വെച്ചാൽ വരട്ടെ എന്നുള്ള നിശ്ചയദാർഢ്യമാണ് ഇതിൻ്റെ പിന്നിൽ അത്യാവശ്യമായിട്ട് വേണ്ടത്. ഏത് കാര്യത്തിനും ഒരു നിയമ പിന്തുണ ലഭിക്കും. അത് മനസ്സിലാക്കാതെ അജ്ഞാത കോളുകളിൽ പെട്ടിട്ട് പണം നഷ്ടപ്പെടുത്താതിരിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.